ഉറങ്ങുന്നതിന് മുമ്പ് ഈ 3 സൂറത്ത് ഞാൻ ഓതാതിരുന്നിട്ടില്ല. മഗ്രിബ് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഈ 3 സൂറത്ത് ഓതാതിരുന്നിട്ടില്ല. നമുക്ക് എത്ര പ്രദോഷം നമ്മുടെ ആയുസ്സിൽ കടന്നുപോയി. 40, 60, 70 വയസ്സ്, 50, 30, 20 വയസ്സ്, എത്ര പ്രദോഷം മഗ്രിബ് ഇശ കഴിഞ്ഞുപോയി. ഈ സൂറത്തിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ കൃത്യതയോടെ നമ്മൾ ഓതിയിട്ടുണ്ടോ? മൻ ലൈസ ലഹു വിർദുൻ വഹുവ കിർദുൻ. ശാദുൽ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മനുഷ്യന് വെറുതില്ലെങ്കിൽ അവൻ കുരങ്ങനാണ്. അല്ലാഹു കാക്കട്ടെ. അതൊരു ആപ്തവാക്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 1000 റക്അത്തിന്റെ കൂലി കിട്ടുന്ന അൽഹാഖു മുത്തകാസിർ നിങ്ങൾക്ക് ഓതാ സമയമുണ്ടോ? അത് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില സൂറത്തുകളുണ്ട്. അതിലൊന്ന് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കാണ്. അല്ലാഹുവേ, നമുക്ക് ഇന്നതിന്റെ വിലയറിയില്ല, അതിന്റെ മൂല്യമറിയില്ല, അതിന്റെ സ്ഥാനമറിയില്ല. 30 ആയത്തുകളേ ഉള്ളൂ. സലാസുൻ മുൻജിയാ, സലാസുന ആയ, അത് നിങ്ങളെ മുൻജിയാത്ത്, നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിൽ പെട്ടതാണെന്ന് മുത്തു ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അത് സൂറത്തുൽ മുൽക്കിന്റെ 30 ആയത്തുകളാണ്. എത്ര സമയം വേണം നിങ്ങളെ? ഒരു പാട്ട് കേട്ട് തീരുന്ന സമയം പോലും വേണ്ട, ഒന്ന് വർത്താനം പറയുന്ന സമയം പോലും വേണ്ട, ഒരു കട്ടൻ ചായ കുടിക്കുന്ന സമയം പോലും വേണ്ട. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ, അത് പാരായണം ചെയ്യുന്നവരെ ഖബറിന്റെ അകത്ത് ശിക്ഷിക്കൂല. ഇസ്മായിൽ ഹഖുൽ ബറൂസബി എന്ന് പറയുന്ന മഹാൻ പറയുകയാണ്, ഒരു വലിയ സ്വാലിഹായ മനുഷ്യൻ മരണപ്പെട്ടു പോയപ്പോ അദ്ദേഹത്തിനോടൊപ്പമുള്ള ആലിമീങ്ങളായ മുതഅല്ലിമീങ്ങളായ പണ്ഡിതന്മാര്, സ്വാലിഹീങ്ങളായ ആരിഫീങ്ങളായ പണ്ഡിതന്മാര് ആ പ്രിയപ്പെട്ടവരുടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് അവിടെ നിന്ന് മടങ്ങി പോകുന്നില്ല. വലിയ വലിയ ആളുകൾ മരണപ്പെട്ടാൽ അവരെ അടക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകാൻ ഒരു പ്രയാസമാണ്. ഞാൻ രണ്ടാഴ്ച മുമ്പുള്ള ചൊവ്വാഴ്ച പാണക്കാട് പോയപ്പോ, പാണക്കാട് സയ്യിദ് ഹൈദരലി ശാബുദങ്ങളുടെ ഒക്കെ ഖബർ സിയാറത്തിന് വേണ്ടി ആ പള്ളിയിൽ സുബഹി കഴിഞ്ഞിട്ട് ചെന്നു. ഹൈദരലി തങ്ങളുമായിട്ട് ബാക്കിയുള്ള എല്ലാ തങ്ങന്മാരെക്കാളും അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എന്റെ മോനെ, നമ്മുടെ മോൻ മുസ്താഖ് എന്നാണ് മോൻ മരണപ്പെട്ടതിന് ശേഷം സ്നേഹസാഗരത്തിന്റെ ശിലാസ്ഥാപനത്തിന് വന്നിട്ട് ആറ്റപ്പൂ പറഞ്ഞത്. നമ്മുടെ മോൻ മുസ്താഖ് അഹമ്മദ് എന്നാ പറഞ്ഞത്. എനിക്ക് അതിൽ കൂടുതൽ ഈ ദുനിയാവിൽ എന്താണ് കിട്ടേണ്ടത് കവരത്തിക്കാരെ? ഈ പാവപ്പെട്ട തിരുവനന്തപുരം ജില്ലയുടെ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയുടെ ചിറയൻകീഴ് ഉൾഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇതിൽ കൂടുതൽ ഈ പ്രസംഗ മേഖലയിൽ അല്ലാഹു തന്ന ഏറ്റവും വലിയ സമ്പാദ്യം, അത് അതിൽ കൂടുതൽ എന്താ കിട്ടേണ്ടത്? ആറ്റപ്പൂവിന്റെ നാവിൽ നിന്നാണ് കേട്ടത്. ആ പ്രിയപ്പെട്ടവിടെ കവറിന്റെ അടുത്ത് പോയി നിന്നാൽ എപ്പോഴും കൈകാലി ഉറച്ചിട്ട് നെഞ്ചു പൊട്ടിപ്പോകും. അത്ര സ്നേഹവും അത്ര ഇഷ്ടവും നമുക്ക് തന്നിട്ട് പോയതല്ലേ. അള്ളാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കട്ടെ, വലിയ സ്ഥാനവും പദവിയും കൊടുക്കട്ടെ. അപ്പോ മഹാനായ ഇസ്മായിൽ ഹഖുൽ ബറൂസബി പറയാണ്, ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കാലത്ത്, സ്വാലിഹായ മനുഷ്യൻ മരണപ്പെട്ടു, ആലിമായ മനുഷ്യൻ മരണപ്പെട്ട് ആ മനുഷ്യനെ കൊണ്ടുവന്ന് അടക്കിയിട്ട് കൂട്ടുകാരായ ആലിമ്യങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. കൂട്ടുകാരായിട്ട് നല്ല ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഗുണമാണ്. നല്ല ആലിമീങ്ങൾ, ഇപ്പൊ സൽമാൻ ഉസ്താദിന് കുറെ കൂട്ടുകാരുണ്ട്, എന്റെ നാട്ടിലൊക്കെ സുഹൃത്തുക്കളുണ്ട്, ഓരോരുത്തർക്കും ഉണ്ടാവും, എല്ലാ ഉസ്താദുമാർക്കും ഉണ്ടാവും. ദർസിൽ പഠിച്ച, കോളേജിൽ പഠിച്ച കൂട്ടുകാർ, അവർ ആലിമീങ്ങളാണെങ്കിൽ ആ ബന്ധം നിലനിർത്തി പോയാൽ വലിയ ഗുണമാണ്. മരിക്കുമ്പോൾ ഒരു ഫാത്തിഹെങ്കിലും കിട്ടും. ഈ മഹാന്മാരായ പണ്ഡിതന്മാര് ആ സ്വാലിഹായ മനുഷ്യനെ അടക്കം ചെയ്തിട്ട് മടങ്ങി പോകുന്നില്ല. എല്ലാവരും ഖബറിന്റെ അടുത്തിരുന്ന് പോയി. ഇവര് മാത്രമാ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. മഗ്രിബിന്റെ സമയം കഴിഞ്ഞു. അവിടുത്തെ നാട്ടുകാരിൽ പലരും വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തേ പോകാത്തത്? ഈ പള്ളിപ്പറമ്പിന്റെ ശ്മശാന ഭൂഹതയിൽ നൂറുകണക്കായ, ആയിരക്കണക്കായ ഖബറുകൾ അടക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവര് പറയുകയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ അടുത്തിരുന്ന് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള കുറെ ആലിമീങ്ങളായ ചങ്കുകളെ സ്നേഹിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്റെ കവരത്തിക്കാരെ, കബറടക്കാൻ സമയമില്ല, മണ്ണിടാൻ സമയമില്ല, ദുആ ചെയ്യാൻ നേരമില്ല, ഇറങ്ങി ഓടുകയാണ്. മരിച്ചവൻ പോയല്ലോ, നമുക്ക് ജീവിക്കണ്ടേ. ഇന്നലെ വരെ തോളത്ത് കൈയിട്ടവര് പോലും അത് പറഞ്ഞിട്ട് ഓടി 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 അകന്നു പോകുമ്പോ എന്റെ ഉമ്മയാണ് ഉസ്താദേ, ഉമ്മാടെ കബറിന്റെ 1ാമത്തെ രാത്രിയാണ്, എനിക്ക് മടങ്ങി വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, എന്റെ മനസ്സിന് സങ്കടമാണ് എന്ന് പറഞ്ഞു ഉമ്മാന്റെ അടുത്തിരുന്ന് വിതിമ്പിക്കരയുന്ന പൊന്നുമോൾ, ഖുർആൻ ഓതുന്ന പൊന്നുമോൾ, എന്റെ വാപ്പയാണ് ഉസ്താദേ, വീട്ടിൽ വന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. വാപ്പ കബറിലും ഞാൻ വീട്ടിലും, വാപ്പ മണ്ണിലും ഞാൻ കട്ടിലും, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ. എന്റെ വാപ്പാക്ക് ദുആ ചെയ്യണമെന്ന് പറയുന്ന സ്നേഹമുള്ള മക്കളുണ്ടാവും.
ഉണ്ടാവാ, ആരോഗ്യമുള്ള ഈമാനുള്ള ഹിദായത്തുള്ള ഇൽമുള്ള ഈമാനുള്ള മക്കൾ ഉണ്ടാവാ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഉണ്ടാവാൻ കഴിയട്ടെ. ഈ പ്രിയപ്പെട്ട ആലിമീങ്ങളൊന്നും പോയില്ല. മഗ്‌രിബ് കഴിഞ്ഞിട്ട് കുറെ സമയം അവരങ്ങനെ നിന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടും അവരാ ഖബറിനടുത്തിരുന്ന് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി. പെട്ടെന്നൊരു ഭീകരമായ ശബ്ദം ഖബറിന്റെ അകത്ത് നിന്ന്, പെട്ടെന്നൊരു ഭീകരമായ ശബ്ദം ഖബറിന്റെ അകത്ത് നിന്ന് പുറത്തു കേട്ടു. എല്ലാവരും ചോദിച്ചു, ഞാൻ മാത്രമാണോ കേട്ടത്? അല്ല, ഞാനും കേട്ടു. നീ കേട്ടോ? ഞാനും കേട്ടു. ഖബറിന്റെ പരിസരത്തിരുന്ന മുഴുവൻ ആളുകളും ഭീകരമായ ശബ്ദം കേട്ടു. എങ്ങനെയാണ് ആ ശബ്ദം മുഴങ്ങിക്കേട്ടത്? അങ്ങനെ ഒരു ഭീകരമായ ഖബറാവാൻ സാധ്യതയില്ലല്ലോ. ഖുർആൻ ഇഷ്ടപ്പെട്ടിരുന്ന, ദിക്ർ ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനല്ലേ, പിന്നെ എങ്ങനെയാണ് ആ ഖബറിന്റെ അകത്തിരുന്ന് നിലവിളി വന്നതല്ലോ, ഭീകരമായ ശബ്ദം വന്നതല്ലോ? മടങ്ങിപ്പോയിട്ട് എല്ലാവരും ദുആ ചെയ്ത് കിടന്നുറങ്ങി. ഓരോ ദിവസം കഴിയുമ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ, ഞങ്ങളിൽ ഒരാൾക്കെങ്കിലും അതൊന്ന് കാണിച്ചു തരണമല്ലോ, ഞങ്ങളുടെ ഉറക്കത്തിൽ ഒരു സ്വപ്നമായിട്ടെങ്കിലും കാട്ടിത്തരണമല്ലോ. അവരിൽ ഒരാൾ സ്വപ്നം കാണുകയാണ്, മരണപ്പെട്ടു പോയ അവരുടെ കൂട്ടുകാരനായ ആലിമായ സ്വാലിഹായ മനുഷ്യനെ. ആ അടിയെക്കുറിച്ച് ചോദിക്കുകയാണ്. അടിയുടെ ഭീകരതയുടെ ശബ്ദം കേട്ടല്ലോ ഖബറിന്റെ അകത്ത്, അതെന്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ചിരിച്ചുകൊണ്ട് ആലിമായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളായിരുന്നു, ചെറിയ ചെറിയ കുറെ തെറ്റുകൾ ഉണ്ടായിരുന്നു. ആ തെറ്റുകളൊക്കെ ഭീകര രൂപം ബാധിച്ചുകൊണ്ട്, ആ തിന്മകളല്ലോ ഭീകര രൂപം പ്രാപിച്ചുകൊണ്ട് എന്റെ ഖബറിന്റെ അകത്ത് എന്നെ ശിക്ഷിക്കാമെന്നപ്പോ എന്റെ ഖബറിലുള്ള എന്റെ ജീവിതത്തിന്റെ നന്മകളാ തിന്മകളെ ആട്ടിയോടിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് ആ മഹാനായ മനുഷ്യൻ പറയുകയാണ്. എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, ആലിമാണെങ്കിലും തെറ്റുകൾ ഉണ്ടാവുമല്ലോ, ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും കൂടിയിട്ട് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി ഖബറിന്റെ അകത്ത് വന്നപ്പോ ഞാൻ ചെയ്ത എന്റെ നന്മകൾ ആ ശിക്ഷിക്കാൻ വന്ന രൂപങ്ങളോട് പൊരുതി അവരെ പരാജയപ്പെടുത്തി പറഞ്ഞു വിട്ട കാഴ്ചയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. അൽഹംദുലില്ലാ. എന്തായിരുന്നു നിങ്ങളുടെ നന്മയിൽ കൂടുതലുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു 3 സൂറത്തുകളായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം പ്രദോഷം പൊട്ടിവിടന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഈ 3 സൂറത്ത് ഞാൻ ഓതാതിരുന്നിട്ടില്ല. മഗ്‌രിബ് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഈ 3 സൂറത്ത് ഓതാതിരുന്നിട്ടില്ല. നമുക്കെത്ര പ്രദോഷം നമ്മുടെ ആയുസ്സിൽ കടന്നുപോയി. 40, 60, 70 വയസ്സ്, 50, 30, 20 വയസ്സ്, എത്ര പ്രദോഷം മഗ്‌രിബ് ഇശ കഴിഞ്ഞുപോയി. ഈ സൂറത്തിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ കൃത്യതയോടെ നമ്മൾ ഓതിയിട്ടുണ്ടോ? മൻ ലൈസ ലഹു വിർദുൻ വഹുവ കിർദുൻ. ശാദുൽ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഒരു മനുഷ്യന് വെറുതില്ലെങ്കിൽ അവൻ കുരങ്ങനാണ്. അല്ലാഹു കാക്കട്ടെ. അതൊരു ആപ്തവാക്യമാണ്. വിർദ് എന്ന് പറഞ്ഞാൽ നിരന്തരം ചെയ്യുന്ന ഒരു കാര്യം. സുബഹി കഴിഞ്ഞ് ഇത്ര സ്വലാത്ത്, ളുഹർ കഴിഞ്ഞ് ഇത്ര ദിക്ർ, അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞാൽ ഇന്ന സൂറത്ത്, മരിക്കുന്നവരെ, അതാണ് വിർദ്. മുടങ്ങാതെ ചെയ്യുന്നതിനാണ് വിർദ് എന്ന് പറയാം. അതിപ്പോ ലക്ഷക്കണക്കിന് ദിക്റൊന്നും വേണമെന്നൊന്നുമില്ല. വളരെ കുറഞ്ഞത് കൃത്യമായി ചെയ്യുക, അതിന് വലിയ കൂലിയാണ്. ഒരു മനുഷ്യന് വെറുതില്ലെങ്കിൽ അവനൊരു കുരങ്ങനാണ്. അങ്ങനെ ചാടി 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 ഇങ്ങനെ പോകും. ഇവിടെ നേടി അവിടെ ചാടി, അവിടെ നേടി ഇവിടെ. അതിൽ കാര്യമില്ല. അപ്പൊ ഒരു വെറുതെ ഉണ്ടാവണം എല്ലാ ദിവസവും. നിങ്ങൾക്ക് ഇപ്പൊ ഈ സുബഹി നിസ്കാരത്തിന് ശേഷം ഓതുന്ന 31 സുബ്ഹാനല്ലാഹ് എങ്കിലും ഇരിക്കട്ടെ, അത് മുടക്ക, അത് തന്നെ വെറുതെ. അത് ലോകത്തെ ഏറ്റവും വലിയ വലിയ പറഞ്ഞു തന്നതല്ലേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്തിനാ പേടിക്കുന്നത്? നമ്മളൊക്കെ ഷെയ്ഖിന്റെ എന്ന് ചോദിക്കൂലേ? നമുക്ക് ഷെയ്ഖ് തരാൻ ആളില്ലെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക? മുത്തുനബി പറഞ്ഞത് സ്വീകരിക്കുക. നിസ്കാരം കഴിഞ്ഞ് 31 സുബ്ഹാനല്ലാഹ്, 31 അൽഹംദുലില്ലാഹ്, 31 അല്ലാഹു അക്ബർ, അത് വെറുതാണ്, ഒരിക്കലും മുടങ്ങൂല എന്ന് തീരുമാനിക്കും. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാൻ, അല്ലാഹുവിന്റെ റസൂൽ രാത്രി സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പറഞ്ഞതിന് ശേഷം സിഫീൻ യുദ്ധം നടന്ന ദിവസം പോലും ഞാനത് മറന്നിട്ടില്ല. അത്രയും പ്രതിസന്ധിയുള്ള പ്രയാസമുള്ള ഒരു സമയമാണ് സിഫീൻ യുദ്ധത്തിന്റെ സമയം. അന്ന് പോലും ഞാൻ ആ വെറുതെ മുടക്കിയിട്ടില്ലെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അലിയുൽ മുർത്തള റളിയല്ലാഹു തആല അൻഹു പറയാൻ, അന്ന് പോലും മുടക്കിയിട്ടില്ല. അപ്പൊ വെറുതുണ്ടാവണം ജീവിതത്തിൽ. തീരുമാനിച്ചു, ഈ 3 സൂറത്ത് ഒരു നഷ്ടം നിങ്ങൾക്ക് വരില്ല. ലാഭത്തോടെ ലാഭം, പ്രത്യേകിച്ച് മരിച്ചതിന് ശേഷം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രത്യേകിച്ച് മരിച്ചതിന് ശേഷം 3 സൂറത്ത് ഒരിക്കലും മുടക്കരുത്. മഹാനായ ഇസ്മായിൽ അഖുൽ ബറൂസലി പറയുകയാണ്, ആ മനുഷ്യന്റെ കൂട്ടുകാരായ ആലിമീങ്ങളോട് പറഞ്ഞു കൊടുത്തത്, ഓരോ ദിവസവും പ്രദോഷമായാൽ ഉറങ്ങുന്നതിന് മുമ്പ് ആ 3 സൂറത്ത് ഞാൻ പൂർത്തിയാക്കുന്നതാണ്. അതിലൊന്നാമത്തെ നേരത്തെ ഞാൻ പറഞ്ഞ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കാണ്. രണ്ടാമത്തേത് യാസീൻ വൽ ഖുർആനിൽ ഹകീം
ഇന്നക ലമിനൽ മുർസലീൻ. ആ പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയമായ സൂറത്ത് യാസീനാണ്. മൂന്നാമത്തെ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഖുർആനിന്റെ പുതുമാപ്പിള എന്നറിയപ്പെടുന്ന സൂറത്ത് റഹ്മാൻ. ഈ 3 സൂറത്ത് സൂര്യാസ്തമയത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഓതി തീർക്കുക. വണ്ടിയിലോ ഓഫീസിലോ റൂമിലോ ഖുർആനിന്റെ മര്യാദ കൊടുത്ത് ഓതണം, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെല്ല, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഖുർആൻ ഓതുക. ഇന്ന് നമ്മൾ യാസീൻ ഓതി ഇങ്ങനെ യാസീൻ വീട്ടിൽ ഇങ്ങനെ മാറി വഴി യാസീനൊക്കെ നമ്മൾ ഓതും ഉസ്താദേ. അല്ലോ യാസീൻ നമ്മളോ വാറക്കല്ലേ ഇങ്ങനെ മുടങ്ങല്. യാസീൻ ഓതുന്ന കോലമോ, യാസീൻ ഓതുന്ന കോലമോ. ഈ മുടി ഇങ്ങനെ പകുതിയിലായിരിക്കും, തട്ടങ്ങനെ ഇങ്ങനെ യാസി ഇങ്ങനെ മറ്റേ പണ്ടത്തെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നടന്മാരൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ യാസിനോ തല പകുതി സർജറി കഴിഞ്ഞ പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുത്തൊന്ന് കാണണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ പ്രസവം കഴിഞ്ഞ് ലേബർ റൂമിൽ നിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് തോന്നിപ്പോ. യാസിനോ ഇരിക്കുന്നുണ്ട് അങ്ങനെ. അതിന്റെ ഇടയിൽ ഖുർആനകത്ത് മൊബൈൽ ഉണ്ടാവും, അതിങ്ങനെ നോക്കും. ആരുടെ മെസ്സേജ് ഇരിക്കുന്നത് ഗ്രൂപ്പിൽ നിന്നാണല്ലോ പടച്ചോനെ. യാസീൻ അതിക്കൊണ്ടിരിക്കണം, പിന്നെ വിളിക്കാം. അങ്ങനെ ഈ സാധനം, ഇത് യാസീൻ എന്ന് പറഞ്ഞാലേ നിന്റെ വാപ്പ എഴുതി വെച്ചിരിക്കുന്ന സാധനമല്ല, ഖുർആന്റെ ഹൃദയമാണ്. നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള മുതലല്ല. അതിനെ കളിയാക്കിയാൽ, അതിനോടൊരു അനാദരവ് കാണിച്ചാൽ അതിന്റെ പരിണിത ഫലം ശക്തമാണ്. അത് നമുക്ക് താങ്ങാൻ പറ്റൂല. നമുക്ക് സാധാരണക്കാരെ നമുക്കത് താങ്ങാൻ പറ്റൂല. മനസ്സിലായില്ലേ? സാധാരണക്കാരെ നമുക്കത് താങ്ങാൻ പറ്റൂല. അതിന്റെ ശിക്ഷ അത്ര ഭയാനകരമാണ്. ഓതില്ലെങ്കിൽ ഓതിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഖുർആനിനെ അനാദരവോടുകൂടി പെരുമാറരുത്. വലിയ അപകടം ഉണ്ടാവും നമുക്ക്. അതുകൊണ്ട് യാസീൻ ഓതുമ്പോൾ അതേ വൃത്തി, അതേ മര്യാദ, അതേ ശുദ്ധി, ഭവ്യത. അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ആ യാസീൻ, എന്റെയൊക്കെ ഉമ്മ പണ്ട് മുതലേ യാസീൻ ഓതുമ്പോൾ കരയും. ഉമ്മക്ക് അറിയില്ല യാസീനകത്ത് എന്താ പറയുന്നത്, അർത്ഥമൊന്നും അറിയില്ല. പക്ഷേ ഇതിനകത്തുണ്ട് പരലോകം, ഖബർ, മഹ്ശറ, വിചാരണയൊക്കെ ഉണ്ട്. അങ്ങനെ അറിയാം. അതിങ്ങനെ ഓതുമ്പോ ഇങ്ങനെ കരയും. നമ്മൾ അങ്ങനെയാണ് യാസീൻ ഓതുന്നത്. ഖുർആൻ എപ്പോ ഓതിക്കഴിഞ്ഞാലും വലിയ സ്വരമൊന്നും വേണമെന്നില്ല, പക്ഷെ ബഹുമാനവും ആദരവും ആ ഖുർആൻ ഓതലിന് നമ്മൾ കൊടുക്കണം. ഈ 3 സൂറത്തുകൾ പ്രദോഷത്തിൽ സൂര്യാസ്തമയം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിന്റെ അകത്ത് തരുന്ന സമ്മാനം വളരെ വിലപ്പെട്ടതാണ്. ആ സമ്മാനം വാങ്ങിത്തീർക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നതിന് മുമ്പ് വിചാരണയുടെ ലോകമാകും. അത്രത്തോളം വലിയ അടക്കി കഴിഞ്ഞാൽ പിന്നെ ഖബറിൽ നിന്ന് അഴുകിപ്പൊളിഞ്ഞൊരു ഗന്ധവും പുറത്തുനിന്ന്. അതൊന്നും ഈ സൂറത്ത് ഓതുന്ന ഈ ഖുർആനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുക്കൂല. അതുകൊണ്ട് തീരുമാനിച്ചോ അല്ലാഹുവേ, പടച്ചവനെ, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അത് ഓതി തീർത്തിരിക്കുമല്ലാ. പരമാവധി രാത്രി ഉറങ്ങാൻ നേരത്തെ ബെഡ്റൂമിലേക്ക് മൊബൈല് കൊണ്ട് കയറാതിരിക്കുക. പരമാവധി. എത്ര വലിയ ബിസിനസ് ആണെങ്കിലും, എത്ര വലിയ മുസ്ലിയാരാണെങ്കിലും, എത്ര വലിയ തിരക്കുള്ള സംഘടനാ പ്രവർത്തകനാണെങ്കിലും ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഓഫ് ചെയ്ത് ഹാളിൽ വെച്ചിട്ട് ഭാര്യയുടെ മക്കളുടെ അടുത്തേക്ക് ചെന്ന് കിടക്കാൻ പോവാണ്. ആ സമയത്ത് മൊബൈല് ഭാര്യ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നടന്നിട്ട് ഇങ്ങനെ നോക്കും. പാചക കല എങ്ങനെയാണ്, മുഖക്കുരു മാറാനുള്ള മരുന്ന് എങ്ങനെയാണ്, റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. 4 കിലോ ഉഴുന്ന്, 5 കിലോ പയർ മിക്സ് ചെയ്ത് ജ്യൂസിലടിച്ചിട്ട് അങ്ങോട്ട് കുടിക്കുക, ഭർത്താവിനെ കുളിപ്പിക്കുക. ഈ സാധനം എങ്ങനെ. അതിന്റെ അപ്പുറത്താണെങ്കിൽ അയാൾ കിടന്നിട്ട് ഇന്നലത്തെ മറ്റേ കണക്ക്, ബിസിനസിന്റെ കണക്ക്, അതിങ്ങനെ ഇങ്ങനെ വന്ന് ഇത്ര ലാഭം എങ്ങനെ വരില്ലല്ലോ, അങ്ങനെ നഷ്ടം അവനെ അയാളങ്ങനെ. ഇതിന്റെ ഇടയിൽ മക്കളാണെങ്കിൽ അപ്പുറത്ത് ഇങ്ങനെ മൊബൈൽ അവനെ കൊല്ലണം, ഇവനെ കൊല്ലണം. ഇതൊന്നും കൊല്ലം കിട്ടാതെ വരുമ്പോൾ വാപ്പായമ്മയും കൊല്ലും. ഇതന്നെ നടന്നുകൊണ്ടിരിക്കും. ഇതിങ്ങനെ വീട്ടിൽ നടക്കും. ഉറക്കം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണോ കിടക്കുന്നത് അവിടെ മൊബൈൽ വെച്ചിട്ട് കമന്നിടന്ന് ഉറങ്ങണം. എന്തോ ഒരു വൃത്തികെട്ട ഉറക്കം. അസ്രായേൽ രാത്രി വന്നാലോ, മലക്കുകൾ വന്ന് നോക്കിയാലോ, എന്താണ്, എത്ര മോശമാണ്. അതുകൊണ്ട് എല്ലാം മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഒക്കെ ഹാളിൽ വെക്കും. 9 മണിക്ക് ഉറങ്ങാൻ കയറി, 10 മണിക്ക് ഉറങ്ങാൻ കയറി, വാതിലൊക്കെ അടച്ച ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ നിയമം പാസ്സാക്കണം. വീട്ടിനകത്ത് ബെഡ്റൂമിനകത്ത് മൊബൈലില്ല. അലാറം വെക്കേണ്ട ഉസ്താദെ. പിന്നെ അലാറം വെച്ചാൽ എഴുന്നേക്കുന്നത് ഭയങ്കര ഫസ്റ്റാ. അലാറം വെക്കുന്ന കണ്ടാ തോന്നുന്നു ഭയങ്കര എഴുന്നേപ്പാണ്. തഹജ്ജുദ് ഭയങ്കര, സുബഹി ഒരു രക്ഷ ഉണ്ടാവില്ല. 4 ഭാഗത്തും അലാറം അടിയോടടിയാ. ശൈത്താന് വരെ ദേഷ്യം വരില്ല. ലാസ്റ്റ് നമ്മൾ മൂത്രം ഒഴിക്കേണ്ട കളിയാ, അവർ ഒരിക്കലും എഴുന്നേക്കൂല. നമുക്ക് പോവാം. അങ്ങനത്തെ അലാറം അടിക്കുന്നത്. അതിന്റെ ടൂണൊക്കെ ആണെങ്കിൽ ആംബുലൻസ് വരുന്ന ടൂണുണ്ട്, AR റഹ്മാന്റെ ടൂണുണ്ട്. ആകെ ബഹള. കൊലപാതകത്തിന്റെ ടൂണ്, രാക്ഷസന്റെ ടൂണ്, ഇതൊക്കെ കേൾക്കും സുബഹിക്ക്. എന്നാലും എണീക്കൂല. ആലോചിച്ച് നോക്കി. ഇതൊക്കെ അലാറം വെച്ച് 4 ഭാഗത്തും പ്രേതത്തിന്റെ സൗണ്ട് വെച്ച് അലാറം വെച്ചിട്ട് എണീക്കൂല. ഇതാണ് നമ്മുടെ കൊല.
ഞാൻ പറയട്ടെ, എത്ര വൈകി കിടന്നാലും സുബഹി ബാങ്കിന് മുമ്പ് നിങ്ങൾക്ക് ഉണരാൻ പറ്റുമോ? അപ്പൊ ഉറക്കം കഴിഞ്ഞ് ഇനി ഉണർച്ചയിലേക്ക് വരികയാണ്. സുബഹി ബാങ്കിന് മുമ്പ് ഉണരാൻ പറ്റുമോ? മാഷാ അല്ലാഹ്, നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടു, ജീവിതം രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്കിന് മുമ്പ് ഉണർന്ന് മൂത്രം വെച്ചിട്ട് പോയി കിടക്കണമെന്നല്ല, ഇച്ചിരി പരിപാടിയുണ്ട്. സുബഹിക്ക് മുമ്പുള്ള സമയം എന്തുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായെന്ന് ചോദിച്ചാൽ ആ സമയത്താണ് ചിരിവിതറും പൂമുത്ത് തിരിതെളിയും നേരത്ത് നിരനിരയാദേശത്ത് അജബുകളേറെ നബിയുടെ ജനനമതാം 12 ചരിതമതേറെ നബിയഴകിൻ തീരത്ത് അതിശയവും രാവാർത്ത് അഹദിനൊളി ചേലൊത്ത് മികവുമതായി ആമിന ബീവിയിലായി റാഹത്ത് പെയ്തിടലായി. എന്റെ പുന്നാര ഹബീബ്, എന്റെ ഹൃദയത്തിന്റെ രാജാവ്, എന്നെ വേദനയോടെ പ്രസവിച്ച ഉമ്മാക്ക് ഞാൻ ആ സ്നേഹം കൊടുത്തിട്ടില്ല നബിയേ. എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് ഞാൻ സ്നേഹം കൊടുത്തിട്ടില്ല നബിയേ. എനിക്ക് ഭക്ഷണം തന്നെ വളർത്തിയ എന്റെ പുന്നാര വാപ്പച്ചിക്ക് പോലും ഞാൻ ആ സ്നേഹം കൊടുത്തിട്ടില്ല നബിയേ. അത് അങ്ങേക്ക് മാത്രമുള്ളതാണ്, അത് മദീനക്ക് മാത്രമുള്ളതാണ്, അത് മസ്ജിദിന്റെ ബദിയുടെ മണൽപ്പരപ്പിന് മാത്രമുള്ളതാണ്. അതുമല്ലാതെ ആകർഷിപ്പിച്ച് വിശ്വാസികളെ മനസ്സിനെ വല്ലാതെ കൊളുത്തിട്ട് വലിക്കുന്ന പച്ചക്കുപ്പക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. യാ റസൂലല്ലാഹ്, ആ മുത്തുളി ദീപം ജനിച്ച സമയമാണ് സുബഹിക്ക് മുമ്പുള്ള സമയം, തഹജ്ജുദിന്റെ സമയം. ആ സമയത്ത് മുഹിബ്ബീങ്ങൾ എഴുന്നേൽക്കണേ. ആ മുത്തുനബിയെ സ്വർഗ്ഗം കാണാൻ കൊതിയുള്ളവരെ ആ സമയത്ത് മൂടിപ്പുറച്ച് കിടന്നുറങ്ങല്ലേ. മദീന കാണാൻ കൊതിക്കുന്നവരെ ആ സമയത്ത് ഉറങ്ങിപ്പോവല്ലേ. ആ സമയത്ത് നിങ്ങൾക്ക് ഉറക്കം ഹറാമാണ്. ആശിഖീങ്ങളെ, മുഹിബ്ബീങ്ങളെ, നിങ്ങൾക്ക് ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. ആ സമയത്ത് നിങ്ങൾ ഉണരണേ. ആ സമയത്ത് നിങ്ങൾ വുളു എടുക്കണേ. ആ സമയത്ത് നിങ്ങൾ 2 റകഅത്ത് തഹജ്ജുദ് നിസ്കരിക്കണേ. എല്ലാം ഉറങ്ങുന്ന, പ്രപഞ്ചം ഉറങ്ങുന്ന പ്രധാനപ്പെട്ട സമയം. ആ സമയത്ത് 2 കൈ ഉയർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണേ. മദീനയുടെ മലർവനിയുടെ വഴിത്താരയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ആ സമയത്ത് വിരൽ പിടിച്ച് നടന്നു പോകുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, എന്തോ ഒരു സുഗന്ധമുള്ള കാറ്റാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിലാലേ, ഇത് തഹജ്ജുദിന്റെ സമയമാണ്, ഇത് ഞാൻ ജനിച്ച സമയമാണ്. ദുനിയാവിലെല്ലാ സ്ഥലത്തും ആ സമയത്ത് സ്വർഗ്ഗത്തിൽ നിന്നൊരു കാറ്റ് വീശും ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നെ മരിക്കുന്നത് വരെ ആ കാറ്റന്റെ ശരീരത്തിൽ അടിക്കാറ് ഒരു ദിവസവും കടന്നു പോയിട്ടില്ല സയ്യിദുനാ ബിലാൽ. അല്ലാഹുവേ, ആലോചിച്ച് നോക്ക് നിങ്ങൾ, തഹജ്ജുദിന്റെ സമയത്ത് ആ കാറ്റ് ഇതുവരെ നമ്മുടെ ശരീരത്തിൽ അടിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ ഭാര്യ ലേബർ റൂമിൽ പോകുമ്പോഴോ, മക്കളുടെ കല്യാണം നടക്കുമ്പോഴോ, സുഖമില്ലാതെ വയറുവേദന കൊണ്ട് ഉറക്കം വരാതിരിക്കുമ്പോഴോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ കാറ്റടിച്ചിട്ടുള്ളത്. അവർക്ക് ആ കാറ്റ് കിട്ടൂല. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് തഹജ്ജുദിന് വേണ്ടി ഉളുവെടുത്ത് ശരീരവൃത്തിയാക്കി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആ തെന്നൽ വന്ന് തലോടിയിരിക്കും. 100 വട്ടം ഉറപ്പ് മുത്തുനബിയുടെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തഹജ്ജുദ്. സഹോദരിമാരെ, ആലോചിക്കുക, നമ്മൾ മരിക്കണ്ടേ? സ്നേഹസാഗരത്തിൽ 2 കാലും ഇല്ലാത്തൊരു മനുഷ്യനുണ്ട്. നിങ്ങൾ വന്നാൽ കാണാം. തിരുവനന്തപുരത്തെ ചിറയൻകീഴ് 1ാമത്തെ ബിൽഡിങ്ങിന്റെ പേര് ഹൈദരലി തങ്ങൾ. അവിടെ നിന്ന് അങ്ങോട്ട് 13 വില്ലകൾ, ഓരോ വീടുകൾ. 2ാമത്തെ വീടിന്റെ 7ാമത്തെ കട്ടിലിൽ ഒരു മനുഷ്യനുണ്ട്. ഞാൻ ഇത് പ്രസംഗിക്കുന്നവരെയും ആ മനുഷ്യൻ അവിടെ ഉണ്ട്, മരിച്ചിട്ടില്ല. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആരുമില്ല, ബന്ധുക്കളില്ല, മക്കളില്ല, കുടുംബമില്ല, 2 കാലുമില്ല. ആ മനുഷ്യൻ ആ കട്ടിലിൽ ഇന്ന് വരെ വന്നതിന് ശേഷം കേട്ട ഓരോ വക്കത്ത് നിസ്കാരത്തിന്റെ വാങ്ങിന് മറുപടി കൊടുത്ത് നിസ്കരിച്ച ആളാണ്. ഒരു വക്കത്ത് മുടക്കിയിട്ടില്ല. അവിടുത്തെ നഴ്സ്, ഡോക്ടർ, സ്റ്റാഫ് എല്ലാവരും പറയും, ഉസ്താദേ വല്ലാത്ത മനുഷ്യനാണ്. ഒരു വക്കത്ത് മുടക്കിയിട്ടില്ല. കൃത്യമായിട്ട് ആ നിസ്കാരത്തിന്റെ സമയത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനം കണ്ടാൽ നമുക്ക് തന്നെ നിസ്കാരത്തിന് തോന്നിപ്പോവും. ഈ കൂടി പോകും. 2 കാലുമില്ലാത്ത മനുഷ്യൻ, വഴിയോരത്ത് കിടന്ന മനുഷ്യൻ, നമ്മളെ ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്താണ്. അൽഹംദുലില്ലാഹ്, എത്ര സൗഭാഗ്യമാണ്, എത്ര സന്തോഷമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഇന്ന് ഞാൻ അവിടെ നമ്മുടെ ആ വീട്ടിലിരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് സ്നേഹസാഗരത്തിന് വേണ്ടി 5000 രൂപ എന്റെ കയ്യിൽ തന്നു. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ആയുസ് കൊടുക്കട്ടെ. സ്നേഹസാഗരത്തിന് വേണ്ടി നിങ്ങൾ പൈസ ഒന്നും തരണ്ട, നിങ്ങൾ ഇവിടുത്തെ കാര്യം നടത്തി കൊടുക്കണം എല്ലാവരും കൂടി. ഇവിടെ മനോഹരമായൊരു സ്കൂൾ നടക്കുന്നുണ്ട്, കുഞ്ഞുമക്കൾ പഠിക്കുന്നുണ്ട്. അവരെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടി, പഴഞ്ചൻ വണ്ടിയാണ്. അതൊക്കെ അതിലൊന്നും മക്കളെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതൊരു വലിയ ബാധ്യതയും ചെലവുമാകും.
ഒരു വണ്ടി എടുത്താൽ അൽഹംദുലില്ലാ ആ കാര്യങ്ങളൊക്കെ നടക്കും. മക്കൾ വഴിതെറ്റി പോകാതെ കുറെ ഖുർആനും സൂറത്തും ഹദീസും ദിക്റും ഒക്കെ പഠിക്കും. ആ വണ്ടി തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് കല്യാണത്തിനോ മറ്റുമൊക്കെ ഓടാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ അതിന് പോയിട്ട് ആ റെന്റ് കൊണ്ട് ഈ സ്കൂളിന്റെ മറ്റു കാര്യങ്ങളും നടക്കും. ഈ കവരത്തിയിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസവും നേരിടുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെറിയ പൈസ, എന്തെങ്കിലും അത്രയും പൈസ ഒന്നും ചിലപ്പോൾ കൊടുക്കാൻ പറ്റൂലായിരിക്കും, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത്. അപ്പൊ ഞാനൊക്കെ അങ്ങനെ അള്ളാഹുവിൽ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാ. സ്നേഹസാരത്തിന് 10.5 ലക്ഷം രൂപ മാസം വേണം. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ പോവാതിരുന്നാൽ പോലും എവിടെന്നെങ്കിലും ഒരു വഴി അള്ളാഹു തല എത്തിക്കും. അള്ളാഹുവിനെ അറിയാലോ ഇതെങ്ങനെയാണ് നടത്തേണ്ടതെന്ന്. 10 ദിവസം പ്രസംഗിക്കാൻ പോയില്ല, ശാരീരിക ബുദ്ധിമുട്ട് വന്നു, അള്ളാഹ് കാക്കട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനൊരു വഴി അള്ളാഹു എത്തിക്കും, ആരെങ്കിലും കയ്യിൽ ഏതെങ്കിലും വിധത്തിൽ. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്കല്ലല്ലോ, ഇതൊരു ഹിദ്മത്തല്ലേ, അങ്ങനെ എത്തിക്കും പടച്ചു. അതാണ് അള്ളാഹ്. അപ്പൊ നിങ്ങളിപ്പോ തീരുമാനിക്കും എന്റെ പൈസ ഞാനായിരുന്നു കൊടുക്കുക, അത് കുറെ സ്കൂള്. നിങ്ങളുടെ പൈസ ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴി അള്ളാഹു കണ്ടെത്തും. അള്ളാഹു ഒഴിവാക്കൂല. കുഞ്ഞു മക്കളെ അള്ളാഹുവിന് ഇഷ്ടമാണ്, മുത്തുനബിക്ക് ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പഠിക്കുന്നത് പറയുന്നത്. സഹാബത്തൊക്കെ കുഞ്ഞുമക്കളെ പിന്നെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സംസാരിക്കും, അവരോട് തിരിക്കും, അവരോട് വർത്താനം പറയും, അവരോട് വിശേഷം ചോദിക്കും, സുഖമാണോ എന്ന് ചോദിക്കും, അവരോട് കളിക്കും. അത്ര ഇഷ്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്ന സംവിധാനത്തെ നിങ്ങൾ സഹായിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് വലിയ കൂലി തരും. ഇപ്പൊ ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചത് ഇന്ന് നമ്മൾ ഓർക്കുന്നെങ്കിൽ അന്ന് പഠിപ്പിക്കാൻ നമ്മളെ സഹായിച്ചവർക്ക് അതിന്റെ കൂലി ഇന്നും അല്ലാഹു കൊടുക്കും. അപ്പൊ ഈ മക്കൾ ഒരു ചെറിയ ഹദീസ് പഠിച്ചാൽ, ഒരു സൂറത്ത് പഠിച്ചാൽ, ഒരു സലാത്ത് പഠിച്ചാൽ, ഒരു ദിക്ർ പഠിച്ചാൽ അതിന്റെ കൂലി അവർക്ക് അതിന്റെ സംവിധാനത്തിന് സഹായിച്ചവർക്ക് തീർച്ചയായിട്ടും അല്ലാഹു കൊടുക്കും.